രാവിലെ തൊട്ട് ചന്നം പിന്നെ മഴ, കറണ്ട് പോന്നു വരുന്നു. പണിക്കാർ പണി ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് പൈപ്പ് പൊട്ടി. അതിപ്പോൾ എന്തേ മൊത്തത്തിൽ ഓഫ് ചെയ്ത് വെച്ചേക്കുക, വെള്ളമില്ല. ജോസൻ അത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് വെള്ളം കോരിയെടുക്കുകയായിരുന്നു. പക്ഷേ കോരിയെടുത്താലുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ പൈപ്പ് പോയി തുറക്കും. കോരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിനിടയ്ക്ക് മഴയും കൂടെ ആയപ്പോഴേ കുറച്ച് മഴവെള്ളം പിടിച്ചു. പല കണക്കുകൂട്ടലുകളോടായിരിക്കും രാവിലെ അടുക്കളയിലോട്ട് വരുന്നത്. അന്നേരം ഇങ്ങനെയൊക്കെ പറ്റിയാലേ ആകെ മൂഡ് ഓഫ് ആവും. അവിടെ വാനം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പൈപ്പ് അങ്ങ് പൊട്ടിപ്പോയതാണേ. പെട്ടെന്ന് ശരിയാക്കാമായിരുന്നു, പക്ഷേ അതിനുള്ള സാധനങ്ങൾ കയ്യിലില്ലായിരുന്നു. പലപ്പോഴായിട്ട് ഉപയോഗിക്കുമല്ലേ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടയുമില്ല. പിന്നെ കയ്യിലുള്ള എന്തൊക്കെയോ ഇട്ട് വേറെ പൈപ്പൊക്കെ കട്ട് ചെയ്തൊക്കെ ഒരു വിധത്തിൽ 1.5 മണിക്കൂർ എടുത്തു അത് ശരിയാവാൻ. അപ്പോൾ അത്രയും സമയം കൊണ്ട് എനിക്ക് വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് മഴയൊന്ന് തോരുമ്പോൾ പോയി കോരും. പാത്രമൊക്കെ കഴുകാൻ മഴവെള്ളം എടുക്കാം, പക്ഷെ നമുക്ക് അടുക്കള പാചകത്തിനും മറ്റുള്ളതിനും നല്ല വെള്ളം തന്നെ വേണമല്ലോ. പിന്നെ അത് കോരിയെടുത്തു. എത്രയൊക്കെയാണെങ്കിലും വർഷങ്ങളായിട്ട് ഈ പൈപ്പ് യൂസ് ചെയ്ത് നമുക്ക് കോരി പാത്രം കഴുകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവില്ല. മഴയെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ പെയ്യും, പിന്നെ ഒരു ഇച്ചിരി തോരും, വീണ്ടും തുടങ്ങും. നോൺ സ്റ്റോപ്പ് ആണിപ്പോൾ 2 ദിവസമായിട്ട്. അതിൻ്റെ കൂടെ പുട്ടിന് പീര ഇടുന്ന കണക്ക് കറണ്ടും പോവും. ഒന്ന് പോവും പിന്നെയും വരും, പിന്നെയും പോവും പിന്നെയും വരും. എല്ലാം കൊണ്ട് എന്താ പറയുന്നതെങ്കിലും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. വ്ളോഗ് എടുക്കാൻ തുടങ്ങിയെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക തന്നെ വേണ്ടേ. കാരണം എനിക്ക് എന്നും നിങ്ങളെ കാണാൻ വരണമല്ലോ. അപ്പോൾ കറണ്ട് വരുമ്പോൾ ഞാൻ ക്യാമറ എടുക്കും. കറി വെക്കാമെന്ന് വിചാരിച്ചതൊരു രീതി, ഇപ്പോൾ ചെയ്യുന്നത് മറ്റൊരു രീതി. എന്താ ചെയ്യുന്നത്? സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ രീതികളും മാറിക്കൊണ്ടേയിരിക്കും. ഒന്നുമല്ലാത്തൊരു ദിവസം ഒന്നും എന്തോ ഞാൻ വിചാരിച്ചത് പാവയ്ക്ക വറുത്തരച്ച് കറി വെക്കത്തില്ലേ, സാമ്പാർ, നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ കറണ്ടിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പം തന്നെ ഒരു 6-7 പ്രാവശ്യമെങ്കിലും പോയി വന്നു. അപ്പോൾ എനിക്കൊരു സംശയം, തേങ്ങ വറക്കുന്ന സമയം കൊണ്ട് ഇനി കറണ്ട് വന്നിട്ട് പോയാലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അല്ലാതെ പച്ചത്തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചാൽ ബൈ ചാൻസ് കറണ്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ തേങ്ങ എനിക്ക് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനത് അവോയ്ഡ് ചെയ്തത്. അപ്പം പെട്ടെന്ന് കറണ്ട് വരുമ്പോൾ അരച്ച് വെക്കാനായിട്ട് മിക്സിക്കകത്തെല്ലാം ഇട്ട് വെക്കുകയാണ്. അരമുറി തേങ്ങ എടുത്തിട്ടില്ല കേട്ടോ, ഒരു 2 പിടി തേങ്ങ അത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്തായാലും കുറച്ച് നേരം നോക്കിയിട്ട് ഈ കറണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ തേങ്ങ തോരനെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കല്ലിലരച്ച് ചമ്മന്തി ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ. എന്തായാലും എന്നെ അധികം വിഷമിപ്പിക്കാതെ ഇടയ്ക്ക് നല്ല വെളിച്ചം തന്നു വന്ന് എത്തി നോക്കുന്നുണ്ട്. കിട്ടിയ സമയം ഞാൻ നല്ലതുപോലെ മുതലെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നമ്മുടെ മസാല നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനെ കറി വെക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പറയണേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സിൽ വന്ന ഐഡിയ വെച്ച് സാഹചര്യം കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. ഒരു സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എന്തുണ്ടെങ്കിലും എടുത്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പാവയ്ക്ക, വലിയ 2 പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്, 3 സവോള, അതുപോലെ തന്നെ 1 ക്യാരറ്റ്. ഇത്രയുമേ ഉള്ളൂ കഷ്ണങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഉള്ളത്. കൊണ്ട് നമുക്ക് എന്തെങ്കിലും നല്ല വായ്ക്ക് ഉണ്ടാക്കി കഴിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് പുളിക്ക് പകരം എൻ്റെ കയ്യിൽ 1 മാങ്ങ ബാക്കിയുണ്ടായിരുന്നു. ആ മാങ്ങയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം മാങ്ങ വേണമെന്ന് നിർബന്ധമില്ല. ഈ വാളംപുളി ഉണ്ടല്ലോ, സാമ്പാർ പുളിക്ക് പകരം അത് പുഴിഞ്ഞൊഴിച്ചാലും മതി. പിന്നെ തക്കാളി 2 എണ്ണം ഇട്ടിട്ടുണ്ട്. അതധികം പുളിയില്ലാത്ത തക്കാളി കേട്ടോ. അല്ലെ നിങ്ങൾ വിചാരിക്കും മാങ്ങയും തക്കാളിയുടെ പുളി എല്ലാം കൂടെ എന്താണെന്ന്. ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ കിട്ടുമെന്നെങ്കിലും സത്യം പറയട്ടെ, നല്ല ഒന്നാം തരം കറിയായിരുന്നു. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സാമ്പാർ ഡാളാണ്, അതായത് തുവരപ്പരിപ്പ്. സത്യം പറഞ്ഞാൽ കറണ്ട് വന്നില്ലായിരുന്നു എങ്കിൽ ഈ ഡാള് കറി വെക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഇതിപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്, കാരണം എൻ്റെ കയ്യിൽ മൊത്തം ഇത്രയും പരിപ്പേ ഉള്ളൂ. ഇത് പകുതി വെച്ചിരുന്നാൽ പിന്നെ അവിടെ ഇരുന്ന് പോകും, പിന്നെ ഒന്നിനും എടുക്കത്തില്ല, അത് മോശമായി പോകത്തേ ഉള്ളൂ ചെള്ള് കയറിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും ഡാള് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, നെകക്കെ പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മുടെ കുക്കറിൽ ഡിപ്പെൻഡാണ് അത്. കാരണം വെള്ളം കൂടിപ്പോയാൽ അത് വിസിൽ വരുമ്പോൾ മുകളിൽ കൂടെ തെറിച്ചു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച്, എൻ്റെ കുക്കറിൽ ഞാൻ 2 വിസിലാണ് വരുത്തിയിരിക്കുന്നത്. കഷ്ണങ്ങളൊക്കെ ഒരു 3/4 ഭാഗം വേവണം, അത്രയേ ഉള്ളൂ.
അത് വേവുന്ന സമയം കൊണ്ട് 2 ബീട്രൂട്ട് ഉണ്ട്, അത് തോരൻ വെക്കാമെന്ന് വിചാരിക്കുക. ഞാനിത് വോയിസ് തരാത്തതെന്ന് വെച്ചാൽ പുറത്ത് പേരുമഴ, ഞാൻ പറഞ്ഞ ഒന്നുമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ആംഗ്യം കാണിക്കുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചതാണ് കടലയും ഈ ബീട്രൂട്ടും ഇട്ടുള്ള മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി. ഞാൻ ബീട്രൂട്ട് അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ബീട്രൂട്ട് മേടിച്ചത് തന്നെ. പക്ഷേ എന്നും രാത്രി കടല വെള്ളത്തിൽ ഇടാൻ മറന്നു പോകും, അതാണ് പ്രശ്നം. ഇനി ഓർത്ത് വെച്ചിരുന്ന് ഇടണം, എങ്കിലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇന്നും പണിക്കാരുണ്ട്, ഇടയ്ക്ക് ചായ കൊടുക്കണം, പിന്നെ കുടിക്കാൻ ചൂടുവെള്ളം ഒരു ചരുവത്തിൽ ഓൾറെഡി ഞാൻ നിറച്ചങ്ങ് വെച്ചിട്ടുണ്ട്, എപ്പോഴും എപ്പോഴും വന്ന് ചോദിക്കണ്ടല്ലോ. വീട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് തന്നെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നീറ്റായിട്ട് ഉണക്കമീൻ ഉണ്ടാക്കുന്ന വിധം ഞാൻ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ പലരും അത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് കണ്ടിട്ട് ഈ മീൻ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് അയച്ചു കൊടുക്കണേ. നമുക്ക് എന്താ പറയുന്നത്, ധൈര്യത്തോടെ ഇനി സമാധാനത്തോടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാമല്ലോ. ഒരു കാലത്ത് നമ്മുടെ വ്ളോഗിലെ സ്ഥിരം പ്രോപ്പർട്ടി ആയിരുന്നു ഈ ചോപ്പർ എന്ന് പറയുന്നത്. എൻ്റെ ദൈവമേ, എല്ലാ വ്ളോഗിലും ഇത് കാണുമായിരുന്നു. ഒത്തിരി പേര് ഇത് മേടിച്ചിട്ടുമുണ്ട്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് ഇത് തോന്നുന്നത് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഇടുമ്പോൾ ഈ അല കോലം വാരി ഇടാതെ ആ ചോപ്പറല്ലേ എങ്ങനെ ഇട്ടാലും മതി എന്നും പറഞ്ഞ് ഇടുമ്പോഴാണ് ആ ബ്ലേഡിനകത്ത് കുരുങ്ങുന്നതും നമ്മൾ വലിക്കുമ്പോൾ അത് ജാമായി പോകുന്നത്. അല്ലാതെ നമ്മളൊന്ന് എന്താ പറയുന്നത്, ഒരു ക്ഷമയോടെ ചെയ്താൽ ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ അതിനകത്ത് ലഗേജ് ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ വരുന്നില്ല, ജാമായിരിക്കുന്നു എങ്കിൽ തുറന്നു നോക്കണം. ആ ബ്ലേഡിനകത്ത് നിങ്ങൾ ഇട്ട വെജിറ്റബിൾ അതിനകത്ത് കുത്തി കയറി ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതായത് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് നമ്മുടെ പൈപ്പ് ശരിയായി ഒട്ടിച്ചു. ആദ്യം തന്നെ കണ്ടോ, പശയുടെയാണ് ആ ഭയങ്കര സ്മെല്ലാണ് ആദ്യം വരുന്ന വെള്ളത്തിന്. കുറേ ആദ്യം അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ തുറന്നിട്ടേക്കും ആ പശയൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 1-2 പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോഴെല്ലാം ആ പശയുടെ ഒരു മണമായിരിക്കും. അതിന് വേണ്ടി കുറച്ചങ്ങ് വെള്ളം കളയും. ഇടയ്ക്കിടയ്ക്ക് തുള്ളിച്ചാടി പതുപോലെ വരുന്നുണ്ട്. അതിൽ കൂടി ഇച്ചിരി വെള്ളം വരുന്നത് കണ്ടപ്പോഴാണ് സമാധാനമായത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വീട്ടിൽ ആളുള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ആരെ വിളിച്ചുകൊണ്ട് വരും, വിളിക്കച്ചാൽ ആര് വരും, എവിടുന്ന് ആ ജോലിക്കാരെ കിട്ടാൻ, വന്ന് ചെയ്താൽ തന്നെ നമ്മൾ എത്ര രൂപ കൊടുക്കണം. കാരണം ഇപ്പം ഈ നാട്ടിലെ മഴ ഭയങ്കര ഇടിയാണ് വെട്ടുന്നത്. ആ സമയത്തൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം ഞങ്ങളുടെ ഫ്യൂസ് അടിച്ചു പോയി. അന്നേരം എല്ലാം രാത്രിയിൽ അന്നേരം തന്നെ ജോസാനാണ് അത് ശരിയാക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തതിനെന്ന് ഞാൻ തന്നെ ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്കിവിടെ ജോസാനുള്ളതുകൊണ്ട് വയറിങ്ങും പ്ലംബിങ്ങിൻ്റെ ഒക്കെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് ഞാൻ അറിയുന്നില്ല കേട്ടോ. അന്നേരം തന്നെ അത് ശരിയാക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞ് നമ്മൾ ബീട്രൂട്ട് നന്നായിട്ട് എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ. ബീട്രൂട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട്, ഒത്തിരി വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അത് ജാമായി പോവും. ഒരു ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നമ്മൾ ഇതിനകത്തൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ പഴയ ചില അമ്മച്ചിമാരൊക്കെ ഉണ്ട്, കൊത്തി കൊത്തി പൊടി പൊടി പോലെ അരിഞ്ഞെടുക്കുന്നവരാ. അവർക്കിതൊന്നും ഇഷ്ടപ്പെടില്ലായിരിക്കും. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോപ്പർ, അഗാരോടെ 650 ml. എനിക്ക് തോന്നുന്നു 800-850 ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇപ്പോൾ ഇതിനേക്കാൾ വലുതായിരിക്കുമല്ലോ, കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ, കുറച്ചുകൂടെ ലഗേജ് കയറുന്നതായിരിക്കും അത്. അപ്പോൾ തോരൻ വെക്കാനായിട്ട് ബീട്രൂട്ടിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ മസാലയ്ക്ക് തേങ്ങ, വെളുത്തുള്ളി ഒന്നുകിൽ ചതച്ചിടാം, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ എരി അനുസരിച്ച് പച്ചമുളക്, മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി, ബീട്രൂട്ട് തോരൻ, ഇതിനൊക്കെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നുള്ള രീതിയിൽ വേണേലും പറയാം, കുരുമുളക് പൊടി. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ. ഞാൻ അതിനകത്തൊന്ന് കുറച്ച് സവാളയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്, ഒന്ന് ഞെരിടാനായിട്ട്. ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ ബീട്രൂട്ടിലേക്ക് ഇട്ട് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരുമിച്ചിട്ട് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനിങ്ങനെ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കടു താളിച്ച് വേണമെങ്കിൽ വെക്കാം, അല്ലാതെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തോരനൊക്കെ പല രീതിയിലും ചെയ്യാം. ഞാൻ ഓരോ ദിവസം ഓരോ മെത്തേഡ് മാറി മാറി ചെയ്യാറുണ്ടേ. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് ഞെരിടാൻ വേണ്ടി സെപ്പറേറ്റ് ഒന്നിട്ട് ഞെരിടി എടുത്തന്നേ ഉള്ളൂ കേട്ടോ. കുക്കറിൽ വിസിലൊക്കെ വന്ന് സ്റ്റീമൊക്കെ പോയി കിടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പോകാമെന്ന് വെച്ചു. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഞെരടി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തോരൻ വെക്കുമ്പോഴൊന്നും ഞാൻ ഒട്ടുമേ വെള്ളം ചേർക്കാറില്ല, കാരണം സവാളയുള്ളിയുടെ ഒക്കെ വെള്ളമുണ്ടല്ലോ. പക്ഷെ ബീട്രൂട്ടിന് ഒരു ഇത്തിരി വേവുള്ളത് കൊണ്ട് ഞാൻ ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു, കാരണം ബീട്രൂട്ട് നല്ല വെള്ളമുള്ളതായിരുന്നു. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെച്ച് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പ് ഞാൻ ഒത്തിരി അങ്ങ് ഉടയ്ക്കുന്നില്ല, അത് ഇത്തിരി കഴിയുമ്പോൾ അല്ലാതെ തന്നെ അങ്ങ് ഉടഞ്ഞ് ചേർന്നോളും. ഇപ്പം നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, പരുവമാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഞാൻ കുക്കറിനകത്ത് ആദ്യം കറിവേപ്പില ഇട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കറിവേപ്പില ഇടുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആവശ്യത്തിന് വെള്ളം ചേർക്കണേ. ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി ഡാള്, അതായത് പരിപ്പ് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട്, അതനുസരിച്ച് ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് ഇരിക്കും തോറും കുറുകുന്ന ഒരു കറി കൂടിയ പരിപ്പുള്ളത് കൊണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. ആ ഉപ്പ് പോരായെന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ പുളിയാണ്, വാളംപുളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞ വെള്ളം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പുളി ചേർക്കുന്നില്ല. ആ മാങ്ങ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങ് ഇട്ടതാ, കാരണം മാങ്ങാക്കറി വെക്കുവാണെങ്കിൽ ഞാൻ തന്നെ കൂട്ടണം. ഇവിടെ ചമ്മന്തി ഇരിക്കാന്ന് വെച്ചപ്പോൾ ആ മാങ്ങ ഞെങ്ങും ഉണ്ടോ തുടങ്ങി, അതുകൊണ്ടാണ് പിന്നെ അത് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇവിടെ നമ്മുടെ തോരൻ നന്നായിട്ട് ആവി വന്ന് പരുവമായിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയും വേവണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഞങ്ങൾക്ക് വെജിറ്റബിൾസ് ഇവിടെ ഒത്തിരി വേവണ്ട, അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നേ, അതുകൊണ്ട് ഇച്ചിരി കൂടി ഉപ്പിട്ട് ഇളക്കിയിട്ടുണ്ട്. ഞാൻ ഉപ്പ് തീരെ കുറച്ചാണ് ഇടുന്നത്, കാരണം കുറഞ്ഞാൽ പിന്നെ ഇടാം, കൂടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഒന്നുമേ തീരുമാനിച്ചില്ല ഇത് സാമ്പാർ പോലെ വെക്കണോ അതോ ഗരം മസാല ഇട്ട് വെക്കണോ എന്നൊന്നും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും മസാല ചേർത്ത് കഴിഞ്ഞൊന്ന് ടേസ്റ്റ് നോക്കാം, അപ്പം നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഏത് രീതിയിൽ ആക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ബാക്കിയെല്ലാം തീരുമാനിച്ചത്. കാരണം എന്തുണ്ടെങ്കിലും നമുക്കത് റെഡിയാക്കാനുള്ള ഒരു സംവിധാനമാണല്ലോ കടുതാളിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്തായാലും ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത്തിരി സാമ്പാർ പോലെ ചെയ്യുന്നതാകും ടേസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി. ഗരം മസാല വേണമെന്നുള്ളവർക്ക് ഗരം മസാല ഇടാം, പക്ഷെ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത് കായം പൊടിയൊക്കെ ഇട്ട് സാമ്പാർ പോലെ വെക്കാനാണ്. അപ്പോൾ കടുതാളിക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ശേഷം കടുകിട്ടു, കടുകിട്ട ശേഷം കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. കൂട്ട് കണ്ടിട്ട് അയ്യോ ഇതെന്താണെന്ന് ചിന്തിക്കേണ്ട, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടേരെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും അടുക്കളയിലാണ്. ഓരോ വീട്ടമ്മമാരും ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ പുതിയ പുതിയ റെസിപ്പികൾ ഉണ്ടാവുന്നതും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതും. എല്ലാ വീട്ടമ്മമാരും ഇതുപോലൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഏകദേശം വഴണ്ടു. അതിനുശേഷം ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു, കായം വേണോ ഗരം മസാല വേണോ. ആദ്യം എൻ്റെ കൈ ഗരം മസാലയിൽ പോയി, പിന്നെ വിചാരിച്ചു വേണ്ട കായം ചേർക്കാം. എന്തായാലും ഒരു 1/4 ടീസ്പൂൺ കായം പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചു. പിന്നെ ഗരം മസാല ഞാൻ വേണ്ട എന്ന് വെക്കാൻ കാര്യം ഡാളുണ്ടല്ലോ, അപ്പൊ ഡാളിനകത്ത് എത്രത്തോളം ഗരം മസാല സ്യൂട്ടാകും എന്ന് എനിക്ക് അങ്ങോട്ട് ചിന്തിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയില്ല. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും ചേർക്കാൻ കേട്ടോ. എന്നിട്ട് എന്താണ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി അടച്ചു വെക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ വീണ്ടും നമ്മുടെ സെയിം പാത്രം തന്നെ എടുത്തു, ചോറ്, കറി, അതുപോലെ തന്നെ ബീട്രൂട്ട് തോരൻ. പലരും പറഞ്ഞായിരുന്നു അച്ചാർ കുപ്പിയിലാക്കി ഇതൊന്ന് കാണിക്കണേന്നത്. ഞാൻ അന്ന് അച്ചാറിന്റെ വീഡിയോയിൽ കുറെ സംശയങ്ങൾ വന്നായിരുന്നു, എങ്ങനെയാണ് ഫ്രിഡ്ജിലാണോ പുറത്താണോ വെക്കേണ്ടതെന്ന്. ഞാൻ പുറത്ത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. എന്നെങ്കിലും പൂപ്പലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോയിൽ കാണിക്കാമേ. ഇതിപ്പോ ഒരു 4-5 ദിവസമായി കുപ്പിയിലാക്കിയിട്ട് വീഡിയോ ലേറ്റായിട്ടാണല്ലോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഒറ്റ ഒരു പീസ് മതി നമുക്ക് ചോറുണ്ണാൻ, കാരണം അത്രയ്ക്ക് മസാല ഇതിനകത്ത് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്, അതിൻ്റെ എരപ്പ് കാണും. പതിവ് പോലെ ജോസ് നേരത്തെ കഴിച്ചു. ഞാനെല്ലാം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോയായിരുന്നു. കഴിച്ചിട്ട് വന്നിട്ട് പറയുന്നു കറി നല്ല കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലതുപോലെ കൂട്ടി. പാവയ്ക്ക ഇഷ്ടമാണ്, കയ്പ്പ് കാരണം കഴിക്കുന്നില്ല എന്ന് പരാതിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യാം. പാവയ്ക്കൊന്നും എന്താ ഒട്ടുമേ കയ്പില്ല. മാങ്ങ കണ്ടിടണമെന്ന് നിർബന്ധമില്ല, മാങ്ങയ്ക്ക് വരാൻ വാളംപുളി നല്ലപോലെ പിഴിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. സാധാ സാമ്പാർ പോലെ. കായം, ഉലുവ ഇങ്ങനെ അധികം ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്തിട്ടേ ഉള്ളൂ. ഇതുപോലെ കായം അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കറിയെ മാറ്റിയെടുക്കാൻ നമുക്ക് ജീവിക്കണമല്ലോ, ഓരോ ദിവസവും മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ. കറിയും തോരനും ഒക്കെ ആയിട്ട് ധൈര്യമായിട്ട് ട്രൈ ചെയ്തോട്ടോ. നല്ലൊരു കറിയാണ്. അപ്പോൾ കഴിക്കട്ടെ.
തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. സൂപ്പർ കറിയാണ്. അപ്പോൾ എന്താ, ചിന്തിച്ചതുപോലൊന്നും നടക്കാത്ത എൻ്റെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇത് കാണുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ പ്ലാൻ ചെയ്ത് എണീക്കുന്നത് ഒന്നായിരിക്കും, പക്ഷേ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിൻ്റെ പുറകെ പോകാതെ ആ സാഹചര്യത്തെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട് മുമ്പോട്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതായത് ഒരിക്കലും അവസ്ഥകളെ പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ ഏതവസ്ഥയായാലും അതിനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ നമുക്കേ സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഈ ഫുഡ് കഴിക്കുന്നത് ഒത്തിരി ലേറ്റായിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് വരുന്ന സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതനുസരിച്ച് കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് മാറ്റി വെക്കേണ്ടി വന്നു. എങ്കിലും സാരമില്ല, കുക്കിംഗ് ആയാലും എനിക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു പല സന്ദർഭത്തിലും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. വീണ്ടും നാളെ ഇതേ സമയം കാണാം. ബൈ. ഗോഡ് ബ്ലസ് യു.